UDF തരംഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ആരെന്നതിൽ ചർച്ചകൾ സജീവം. കണ്ണൂരിന് പിന്നാലെ കൊല്ലം DCCക്ക് മുന്നിലും KC വേണുഗോപാലിന് അനുകൂലമായി ഫ്ലക്സ് സ്ഥാപിച്ചു. നയിച്ചവൻ നായകൻ എന്ന വാചകത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, നമ്മൾ നേരത്തെ കണ്ണൂർ കണ്ട ഫ്ലക്സും ഏതാണ്ട് സമാനമായ സെയിം ഫ്ലക്സ് തന്നെയാണെന്ന് തോന്നുന്നു. വീടിക്ക് അനുകൂലമായി ഉയർന്ന ഫ്ലക്സുകളുടെ വാചകം പടനയിച്ചവൻ നാട് ഭരിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഫ്ലക്സ് വെപ്പിന് ഒരു 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 സംയോജിത രൂപം, എവിടുത്തെ ഒരു കോർഡിനേഷൻ ഉണ്ടെന്ന് തോന്നുന്നു സൂര്യ. ഹാഷ്മി അമൃത വിസ്മയകരമായിട്ടുള്ള വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ UDFിനകത്തെ ഈ ഫ്ലെക്സ് ബോർഡ് യുദ്ധവും കനക്കുകയാണ് എന്നുള്ളതാണ്. നിലവിൽ ആദ്യം 3 പേരായിരുന്നെങ്കിൽ ഇപ്പോൾ 2 പേരിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. VD സതീശനും KC വേണുഗോപാലിനും അനുകൂലമായിട്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ കൊല്ലം DCC ഓഫീസിന് മുന്നിലാണ് KC വേണുഗോപാലിന് അനുകൂലമായിട്ട് ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. നയിച്ചവൻ നായകൻ എന്നുള്ളതാണ് ഫ്ലെക്സ് ബോർഡിൽ കുറിച്ചിരിക്കുന്നത്. ദ റിയൽ റീഡർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെയൊക്കെ പല സ്ഥലങ്ങളിലും KC വേണുഗോപാലിനും അതുപോലെ തന്നെ VD സതീശനും ഒക്കെ അനുകൂലമായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ണൻ ചിമ്മിപ്പിക്കുന്ന വിജയമാണ് കൊല്ലം ജില്ലയിൽ UDFിന് നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. 11-ൽ 8 സീറ്റും UDF സ്വന്തമാക്കി കഴിഞ്ഞു. ഇടത് കോട്ടകൾ എന്ന് പലകുറി ആവർത്തിച്ചിരുന്ന പല മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെ വിജയം സ്വന്തമാക്കാൻ UDFിന് കഴിഞ്ഞ സാഹചര്യത്തിലാണ് കൊല്ലം DCCക്ക് മുന്നിൽ തന്നെ KC വേണുഗോപാലിന് അനുകൂലമായിട്ടൊരു ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് UDF കടക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസവും ആവേശവും നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും പ്രവർത്തകർ ഇങ്ങനെ 2-3 വിഭാഗമായിട്ട് തിരിഞ്ഞ് അവർ പിന്തുണയ്ക്കുന്ന നേതാവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ പലയിടങ്ങളിലും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും കൊല്ലം DCCയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് KC വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ശരി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.